പടം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ്. ഒരു പക്ഷേ നമ്മൾ മലയാളത്തിൽ കണ്ട് ശീലിക്കാത്ത ഒരു പ്രണയകഥയാണ്. എനിക്ക് വിഷ്ണുമോഹൻ, വിഷ്ണുവിൻ്റെ മേപ്പടയാന് ശേഷം തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും. മേതിൽ ദേവികയും വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ദേവികയും സഹോദരനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിനകത്ത് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. സിനിമ എല്ലാവരും കാണുക. സാധാരണ കണ്ട് ശീലിക്കാത്ത സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ ഓടുന്നത്. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് ലവ് സ്റ്റോറി ആയിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരിൽ നിന്ന് കാണുക. സന്തോഷം. അതായത് പടത്തിലെ ടൈറ്റിൽ ആനിമേഷൻ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും കാണണം, ഉറപ്പായിട്ട് കാണണം. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ട്. മിസ്സിന് നല്ല എക്സ്പ്രഷൻസും എല്ലാം നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുക. നല്ലൊരു പടമാണ്. സമയം പോയത് അറിഞ്ഞില്ല. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ളവർ എല്ലാവർക്കും കുടുംബപരമായിട്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. പ്രത്യേകിച്ച് ദേവി ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ചേച്ചി ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. സന്തോഷം. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയുടെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക്. വളരെ നല്ല മൂവിയാണ്. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ ചേട്ടനും എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും ഭയങ്കര സസ്പെൻസായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഭയങ്കര സസ്പെൻസ് ആയിരുന്നു ആക്ച്വലി. വളരെ നല്ല മൂവിയാണ്. നല്ല ഫാമിലി പിക്ചർ എന്നാൽ എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണാനുള്ളൊരു പിക്ചർ. നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടിട്ട് പോലും എനിക്ക് മതിയാവുന്നില്ല. കാണണമെന്നുള്ളൊരാഗ്രഹമേ ഉള്ളൂ. നമ്മൾ കഥ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ഊഹിച്ചു തുടങ്ങും, ഇങ്ങനെ ആയിരിക്കും എൻഡ് ചെയ്യുന്നെങ്കിൽ. പക്ഷെ അതിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ഒരു ത്രെഡ് ഈ ഇടക്കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായിരുന്നു, ആ സസ്പെൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അതുള്ള കണ്ടൻറ്റുകൾ എല്ലാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ കൂടുതൽ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥ പറയുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട സിനിമയാണ്. മാമിൻ്റെ ഒക്കെ നമ്മൾ ഡാൻസിലല്ലേ കണ്ടിട്ടുള്ളൂ, പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ അത് പറയാൻ നമ്മുടെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള നമ്മളിലൊരാൾ കണ്ടിട്ടുള്ള ഒരാളെ ഒക്കെ പോലെ തോന്നുന്ന ഒരു അഭിനയം തന്നെയായിരുന്നു. അതുപോലെ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ പറയുന്നു, പോപ്കോൺ പിടിച്ച സ്വന്തം സിനിമ കാണുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. സിനിമയുടെ ഓരോ സമയത്തും അതിൻ്റെ ക്രൂഷ്യൽ മൊമെൻറ്റ്സിലൊക്കെ നമുക്ക് അപ്പം പ്രേക്ഷകരുടെ റെസ്പോൺസ് ഓഡിയൻസിലിരുന്ന് കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ടെൻഷനില്ലാണ്ട് ഞാൻ ചെയ്ത വർക്ക് കാണാൻ പോകുന്നു. മറ്റേത് ഈ പെർഫോമൻസൊക്കെ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ഡാൻസ് ഫിലിംസ് ആകുമ്പോൾ നല്ല ടെസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണൊന്ന് റിലാക്സ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തൊന്ന് എൻ്റെ കുട്ടികളുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയി കാണുന്നു. സോ അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഒട്ടും നല്ലോണം കാണുന്നുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ച മറ്റ് കോ ആക്ടേഴ്സ് എല്ലാവരും തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി പോയറ്റിക് മൂവി. എല്ലാവരും കാണണം. ഓണം കഴിഞ്ഞിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. എന്നാലും ഐ തിങ്ക് എല്ലാവരും കുറേ കാലമായി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ, ഇങ്ങനെ ഒരു ജോണറിലുള്ള ഒരു സിനിമ ഞാൻ കുറച്ചായിട്ടോ കണ്ടിട്ടോ. അതുകൊണ്ട് എൻ്റെ വിചാരം ഇനി അങ്ങനെ ആയിരിക്കും എന്നാണ്. പക്ഷേ എന്തായാലും എല്ലാവരും പോയി കാണണം. അങ്ങനെ പറഞ്ഞോ? ഞാനിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആണോ? അങ്ങനെ എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചർച്ചയൊക്കെ നേരത്തെ നടന്നുകൊണ്ട് പുതിയൊരു ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്തരം പടങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും പ്ലീസ് കാണുക. വിഷ്ണു ഒക്കെ നമ്മുടെ ടീം വളരെ എല്ലാ ടീമും ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് വർക്ക് ഇട്ടിട്ടുള്ള ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ടും ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആൻ ഓഡിയൻസ് എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം എന്നെയാണല്ലോ നോക്കുന്നത്. അതും ഓക്കെ, ക്വൈറ്റ് നൈസ്.